ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വി മേരിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇത് സമ്മർ വെക്കേഷൻ ഞങ്ങൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറേ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഞായറാഴ്ച ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു സൺഡേ മാർക്കറ്റിലേക്ക് പോകാമെന്ന്. അപ്പോൾ അവിടെ KR മാർക്കറ്റിനടുത്തായിട്ട് വരുന്നതാണ് സൺഡേ മാർക്കറ്റ്, നമ്മുടെ ബാംഗ്ലൂർ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അവിടെ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ലേറ്റായിട്ടാണ് പോയത്, വൈകുന്നേരം സമയത്ത്. കുറച്ചും കൂടി നേരത്തെ പോയിരുന്നെങ്കിൽ അവിടെ നടക്കാൻ പറ്റില്ല, അത്ര അധികം തിരക്കായിരിക്കുന്നതാണ് അവിടെയുള്ളവരൊക്കെ പറഞ്ഞത്. പിന്നെ അവിടുത്തെ ഗുഡ്സിനും അതുപോലെ എല്ലാ സംഭവങ്ങൾക്കും ഭയങ്കര ചീപ്പ് റേറ്റാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളത് തന്നെ നല്ല ചീപ്പ് റേറ്റിന് അവിടെ നമുക്ക് കിട്ടും. എന്താ പറയുക, ഷൂസ് ആയാലും സാൻഡൽസ് ആയാലും ക്ലോത്ത്സ് ആയാലും അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളായാലും എല്ലാം നല്ല ചീപ്പ് റേറ്റിന് കിട്ടും. നമ്മളതൊന്ന് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നന്നായി സൂക്ഷിച്ച് വേണം സെലക്ട് ചെയ്തെടുക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ സൂപ്പറായിട്ട് പറ്റിക്കപ്പെടും. ഈ മാർക്കറ്റ് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് കിലോമീറ്ററോളം. അതുപോലെ ഇവിടെയൊക്കെ വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഓട്ടോ വിളിച്ചെന്ന് വിചാരിക്കും, ഒരു 100 മീറ്റർ പോകണമെങ്കിൽ നമ്മൾ 1 മണിക്കൂർ എടുക്കും. അത്രയധികം തിരക്കാണ് അവിടെ. അതായത് നമ്മൾ നടക്കുന്ന സ്പീഡിൻ്റെ പകുതി പോലും വണ്ടികൾക്ക് സ്പീഡ് അവിടെ എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇവിടെ നടക്കുമ്പോഴൊക്കെ നന്നായി സൂക്ഷിച്ച് നടക്കണം. ഒരു ഒറ്റ വിലപിടിപ്പുള്ള സാധനമായിട്ട് നമ്മളങ്ങോട്ട് പോകാൻ പാടില്ല. കയ്യിലുണ്ടായിരുന്ന ഫോൺ വരെ ഒന്ന് വിളിക്കുന്ന സമയത്തായിരിക്കും അത് കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോവുക. അത്രയധികം എല്ലാം ടക്ക് ആ നമ്മുടെ നിന്ന് അടിച്ചു പോകുന്നതും അതുപോലെ തന്നെ അത് അപ്പുറത്ത് കൊണ്ടുപോയി വിൽക്കണ പരിപാടി ഒക്കെ 1 മിനിറ്റിൽ തീർന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമ്മളെങ്ങാനിപ്പോൾ ഈ നമ്മുടെ സംഭവം അടിച്ചുകൊണ്ടുപോയ ആളെങ്ങാനും കണ്ടു എന്ന് വിചാരിക്കുക, അവരുടെ അടുത്ത് തിരിച്ചു മേടിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കത്തിക്കൊണ്ട് ഇങ്ങോട്ട് വരും. അതുപോലൊക്കെ കുറച്ച് അൺസേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. എന്നാലും സൂക്ഷിച്ച് നോക്കി കണ്ട് നടന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസാണ്. എനിക്കെന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു അവിടെ. ഞാനങ്ങനെ ഇതിൻ്റെ ഒരു 1/4 ഭാഗം പോലും ഞാൻ നടന്നിട്ടില്ല. ഞാൻ അപ്പച്ചനും കൂടിയിട്ടാണ് പോയത്. എന്നാലും ഇനി നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു അവിടുത്തെ സംഭവങ്ങളൊക്കെ. ഒരു പ്രത്യേകമായ ഒരു അനുഭവമായിരുന്നു അത്. പിന്നെ ഇവിടെ ചീപ്പ് റേറ്റിനോട് കിട്ടുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇപ്പോൾ ജീവിക്കാനൊക്കെ കഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ A to Z എന്തൊക്കെ വേണോ അതെല്ലാം വിചാരിച്ച ഒരു ബഡ്ജറ്റിൽ ഇവിടുന്ന് മേടിച്ചു കൊണ്ടാൻ പറ്റും. അത്ര നല്ല എന്താ പറയുക, ഹൈ ഇതിലല്ല, എന്നാലും അത്യാവശ്യം കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയ ആണിത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഫ്രൂട്ട്സ് മാർക്കറ്റും അതുപോലെ എന്താ പറയുക മീറ്റ് ആയാലും എല്ലാം കിട്ടുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അടുത്തടുത്താണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മേടിച്ചിട്ട് പോകാനായിട്ട് പറ്റും. പിന്നെ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഞാൻ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. ഞങ്ങളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ പോകും. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഉച്ചയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഈ സൺഡേ മാർക്കറ്റ് ആ ഒരു എന്താ പറയുക നൂൺ ടൈമിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇതിപ്പോൾ ഞങ്ങൾ ക്ലോസ് ചെയ്യാറായ ഒരു സമയത്താണ് പോയത്. അപ്പോഴായാലും ഇത്ര തിരക്കുണ്ട്. ഇതിന് ഇരട്ടി തിരക്കായിരിക്കും നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെയുള്ളതിന് ചില കടകളൊക്കെ ഓൾറെഡി അടച്ച് പാക്ക് ചെയ്ത് അവർ പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഇത്ര സംഭവങ്ങളുണ്ട് അവിടെ. ഈ പാത്രങ്ങളൊക്കെ മേടിക്കാനായിട്ട് നല്ലൊരു ബെറ്റർ ഓപ്ഷനാണ് ഇവിടെ. ഇങ്ങനത്തെ നമ്മുടെ പ്ലേറ്റ്സ് ആയാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളത് കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കിട്ടും. അത്യാവശ്യം ഒരു മീഡിയം റേറ്റിലാണ് അവർ വിൽക്കുന്നുണ്ടെങ്കിലും വീണ്ടും അവിടെ നിന്നിട്ട് ബാർഗെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനേക്കാളും കുറവിൽ സംഭവം അവിടെ നിന്ന് കിട്ടും. കുറേ പേര് അവിടെ നിന്ന് ബാർഗെയിൻ ചെയ്ത് തന്നെ നിന്ന് കാണാനായിട്ട് ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു. പിന്നെ ചിലവരുടെ അടുത്തൊന്നും ബാർഗെയിൻ ചെയ്യാൻ തന്നെ പറ്റില്ല. അവിടെയുള്ളവർ നിങ്ങൾക്ക് ഈ പൈസക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക, ഇങ്ങനെ പോവുക, അത്രയേ ഉള്ളൂ അവിടെ. അങ്ങനെ അവർക്ക് ഇതിപ്പോൾ കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് അങ്ങനെയൊന്നുമില്ല. മീൻസ് അങ്ങനെ ബാർഗെയിൻ ചെയ്യുന്നതിന് ഒട്ടും വഴങ്ങാത്ത കുറേ പേരുണ്ട്. ഇതൊക്കെ കാരണം അവർക്കറിയാം ഇത്ര റേറ്റിൽ മേടിക്കാനായിട്ട് വേറെ ആൾക്കാർ വരുന്നുള്ളത്. അപ്പോൾ അത്രയും കോൺഫിഡൻസ് ലെവൽ അവരുടെ ഓരോരുത്തരുടെയും ഭയങ്കര കോൺഫിഡൻസ് ലെവലാണ് അവിടുത്തെ ഷോപ്പ് കീപ്പേഴ്സിൻ്റെ.
അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന നേരത്ത് അവിടെ റൂട്ടിൽ എപ്പോഴും തിരക്കാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക ഫോൺ വെച്ച് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഓട്ടോ ഡ്രൈവർ ഒരു കാര്യം പറഞ്ഞു. और फ्रेंड जो में नहीं देखने को भी बोल इधर रखने से भी हार्ट को प्रॉब्लम होता है और लेके जाता उठा के जाता करके बोलो लेके जाता है और फिर हम पीछे गए तो चाकू दिखाएगा फोन करने पूछे तो मोबाइल नहीं लेना हाँ गाड़ी लेके जाता है ओके नाम क्या है आपका मोहम्मद अयाज ആളെന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സൂക്ഷിച്ച് ഫോൺ പിടിച്ചില്ലെങ്കിൽ കയ്യിൽ നിന്ന് ഫോൺ എപ്പോഴും എടുത്തുകൊണ്ട് പോവുക, ആരെടുത്തുകൊണ്ട് പോവുക എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അത്രയും പെട്ടെന്നായിരിക്കും കയ്യിൽ നിന്ന് ഫോൺ പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വരുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക. അത്രയേ ഉള്ളൂ. ബൈ.